സ്വാമിയേ ശരണമയ്യപ്പ. ഇന്ന് മകരം 29 ഫെബ്രുവരി 12 മണ്ഡലകാല എല്ലാം കഴിഞ്ഞ് ശബരിമല നടയടച്ചിട്ട് വീണ്ടും കുംഭമാസ പൂജകൾക്കായി ഇന്ന് നട തുറക്കും. ഇത് പമ്പ ആറാണ്. എല്ലാം വറ്റി വരണ്ടു. ആ സ്റ്റെപ്പേന്ന് താഴോട്ട് നോക്കുമ്പം അങ്ങേ മൂലയ്ക്കൊരു ശകലം വെള്ളമേ ഉള്ളൂ. ഇന്ന് പിന്നെ നട തുറക്കുന്ന ദിവസമായതുകൊണ്ട് ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ സാധ്യതയുണ്ട്. മൂഴിയാർ ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടാൽ നമുക്ക് ചാടി കുളിക്കാവുന്ന രീതിയിലൊന്നും വെള്ളം കാണത്തില്ല. അത്യാവശ്യം ഇരുന്ന് ഒന്ന് കുളിച്ചു എന്ന് വരുത്തുന്ന രീതിയിലുള്ള വെള്ളമേ കാണാം. ആ ഉള്ള വെള്ളത്തിൻ്റെ കളറ് അയ്യപ്പന്മാരെല്ലാവരും കൂടെ ഇറങ്ങി കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് കളറ് തന്നെ മാറും. ആ പരുവാവും. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്ക് കാണത്തില്ല. ആ താഴത്തെ ആ തടയണയിൽ കെട്ടിവെക്കുന്ന ആ ഒരു ഇതേ കാണും. സ്വാമിയേ ശരണമയ്യപ്പ. ഈ മണ്ഡലകാലത്ത് ഞാൻ സന്നിധാനം വരെ ഒരു പ്രാവശ്യമേ പോയുള്ളൂ. അത് നട തുറക്കുന്നതിൻ്റെ തലേന്ന് പോയി വൃശ്ചിക മാസ പൂജകൾക്കായി നട തുറന്നു. പിറ്റേന്ന് മല ഇറങ്ങി. അത് കഴിഞ്ഞ് മലകയറ്റത്തിന് വരുന്നത് ഇന്നാണ്. പിന്നെ ഞാനൊരു 2 പ്രാവശ്യം വന്നു. ഒരു പ്രാവശ്യം നിലയ്ക്ക വരെ വന്നിട്ട് തിരികെ പോയി. അയ്യപ്പന്മാർ തീരെ ഇല്ല. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ എരുമേലിയിൽ നിന്നും ശബരിമലയ്ക്ക് പോകാൻ വന്നു. എരുമേലിയിൽ നിന്നെല്ലാം ഇങ്ങോട്ട് തിരിഞ്ഞെല്ലാം വന്നപ്പോഴേ ആൾ തീരെ കുറവാന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ വന്നു. പമ്പ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നീലിമല കയറുന്ന അവിടെ വരെ വന്നു. തീരെ ആളില്ല. ഞാൻ അവിടുന്ന് തിരികെ മടങ്ങി. എൻ്റെ സങ്കല്പത്തിലെ ശബരിമലയൊന്നും അല്ല ഇപ്പോൾ. സാധാരണ ശബരിമല സീസൺ സമയത്ത് വൃശ്ചികം 1 മുതൽ ഹരിഹരാസനം പാടി നട അടയ്ക്കുന്നതിന് പ്രമാട്ട് ഞാനൊരു 15 പ്രാവശ്യമെങ്കിലും വരുന്നതാണ്. സ്വാമിയേ ശരണമയ്യപ്പ. ഇനി അങ്ങോട്ട് പതുക്കെ നീലിമല കയറാൻ തുടങ്ങുക. ഇന്ന് നല്ല തിരക്കുണ്ട്. മണ്ഡലകാലത്ത് ഓരോരോ നിയന്ത്രണങ്ങളെല്ലാം ഏർപ്പെടുത്തിയേക്കുന്നുണ്ട്. ഒരുപാട് അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് വരുന്നില്ല. ഞാനാണേ പന്തളം ക്ഷേത്രത്തിൻ്റെ എല്ലാം ഒരു വീഡിയോ ചെയ്യാനെ കൊണ്ട് പോയായിരുന്നു. അന്നേരം പന്തളത്തെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അവിടെ ശബരിമല അയ്യപ്പസ്വാമിയെ വന്ന് കണ്ട് തൊഴാൻ പറ്റാത്തതുകൊണ്ട് മാല അവിടെ കൂട്ടിയിട്ടേക്കുന്ന സ്വാമിമാർ ഊരി ഇട്ടേക്കുന്ന മാല അത് കൂമ്പാരം കിടക്കുമായിരുന്നു. എനിക്ക് ആ മാല കണ്ടൊരു സംശയം തോന്നി. ഞാൻ അവിടെ തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു മലയ്ക്ക് പോകാനെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഊരിയിട്ടേക്കുന്നതാണ്. ആവശ്യമില്ലാത്തൊക്കെ ഓരോ നിയന്ത്രണങ്ങൾ. ഒരു 10 വർഷത്തിന് മുമ്പേ 1, 1.5, 2 ലക്ഷം ഭക്തർ തൊഴുത് ഇറങ്ങിപ്പോയ ഒരു ക്ഷേത്രമാണ്. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ മല കയറുകയാണ്. ഇന്നെന്തുവായാലും എനിക്ക് ശ്വാസം മുട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ നടപ്പ് നല്ല സ്പീഡാണ്. ആസ്മയുടെ അസുഖമൊന്നുമില്ല. കഫക്കെട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ശ്വാസം മുട്ടൽ വരാറുണ്ട്. ഇന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ഊർജ്ജമാണ്. അതുകൊണ്ട് ഞാൻ നല്ല സ്പീഡാണ്. സ്വാമിയേ ശരണമയ്യപ്പ. ഇതൊരു ഉച്ചയ്ക്കൊരു 2 മണിക്ക് ശേഷമുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം തന്നെ നല്ല തിരക്കുണ്ട്. ഇതൊരു 4 മണി നട 5 മണിയാകുമ്പോൾ തുറക്കുമെന്ന് തോന്നുന്നു.
അതോ ഇനി 4 മണിക്ക് തുറക്കുമോ എന്നറിയത്തില്ല. അതിന് ഞാൻ സന്നിധാനത്ത് ചെന്നാലേ അതെനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റൂ. അന്നേരം ഞാൻ പറയാം. ഒരു 4-5 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്ന ശരംകുത്തി വരെ ക്യൂ ആവും എന്നാണ് എൻ്റെ ഒരു ഇവിടെ നിന്നുള്ള കാഴ്ചപ്പാട് വെച്ചുള്ള കണക്ക് കൂട്ടൽ. സ്വാമിയേ ശരണമയ്യപ്പ. അതുപോലെ തന്നെ അതിഭയങ്കര ചൂടാണ്. കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നവർ രാവിലെ 11 മണിക്ക് മുമ്പാട്ട് കുറഞ്ഞ പക്ഷം ശബരി പീഠമെങ്കിലും എത്താൻ പറ്റുമെങ്കിൽ അവിടെ വരെ 11 മണിക്ക് മുമ്പാട്ട് നടന്ന് കയറുക. അല്ലെങ്കിൽ 4 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് മേപ്പോട്ട് കയറുക. പൊടിപ്പിള്ളാരെയും കൊണ്ട് വരുന്നവർ അതേപോലെ നല്ല ചൂടാണ്. നമ്മൾ ഈ ചവിട്ടി കയറുന്ന കല്ലൊക്കെ പഴുത്ത് കിടക്കുക. ചെരുപ്പ് കൂടെ ഇടാതെ പടിയെ ചവിട്ടുമ്പോൾ നല്ല ചൂടൂടെ കാലേ കൂടെയും കയറും. പിന്നെ ശ്രദ്ധിക്കണം, ഉണക്കൊക്കെ ആണ്ട് കരിയിലെല്ലാം പൊഴിഞ്ഞ് നല്ലപോലെ വീണ് കിടപ്പുണ്ട്. ഈ സ്റ്റെപ്പ് തന്നെ ശ്രദ്ധിച്ച് കയറുകയും ഇറങ്ങുകയും ചെയ്തില്ലെങ്കിൽ തെറ്റും. അതിൻ്റെ ഇവിടെ കരിയിലൂടെ കിടക്കുന്നതുകൊണ്ട് ശ്രദ്ധിക്കണം. കരിയിലെ ചവിട്ടുമ്പം തെറ്റാനെ കൊണ്ട് സാധ്യത വളരെ കൂടുതലാണ്. സ്വാമിയേ ശരണമയ്യപ്പ. പലരും അവിടെ ഇവിടെ എല്ലാം ക്ഷീണിച്ചൊക്കെ ഇരിപ്പാ. അങ്ങനെ അപ്പാച്ചിമേട് ഉണ്ട വഴിപാട് എറിയുന്ന ഇടമായി. നമ്മുടെ കുത്തനെയുള്ള മലകയറ്റത്തിൻ്റെ ഏകദേശം 70% കയറി കഴിഞ്ഞു. അടുത്ത നേരെ അപ്പാച്ചിമേട്. ഇവിടെ നിന്ന് നോക്കിയാലും പമ്പ കാണാം. ഇപ്പം അവിടെ നിന്ന് നോക്കിയാൽ പമ്പ കാണാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മുകളിൽ വാഹനങ്ങൾ നിരത്തി പാർക്ക് ചെയ്തേക്കുന്നത് കാണാം. ആ ശബരി പീഠത്തിൻ്റെ ആ ടോപ്പിലോട്ട് ചെന്ന് നിൽക്കുന്ന ആ ഭാഗത്ത് നിന്നും താഴോട്ട് നോക്കിയാൽ പമ്പയിൽ വാഹനം പാർക്ക് ചെയ്തേക്കുന്നത് കാണാം. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ അപ്പാച്ചിമേട് ടോപ്പായി. ഇനി ഒരു 100 മീറ്ററൂടെ കയറിക്കഴിഞ്ഞാൽ ശരംകുത്തി. പമ്പയിൽ നിന്ന് മലകയറ്റത്തിൻ്റെ എല്ലാ ക്ഷീണവും അവിടെ ചെന്ന് കഴിഞ്ഞാൽ തീരും. പിന്നെ നേരെ ഒരു നടത്ത. പിന്നെ നടത്തയ്ക്ക് എല്ലാവർക്കും സ്പീഡും കൂടും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് 18ാം പടിക്ക് ചെല്ലാനുള്ള അതിയായ മോഹവും ആഗ്രഹവും സ്പീഡും ആയിരിക്കും നടത്തയ്ക്ക്. ചേട്ടാ ശരം കണ്ടോ? ഇത്രയും സമയമായപ്പോൾ തന്നെ ഇത്രയും ശരവും കൊണ്ട് കുത്തിയിട്ടുണ്ട്. അന്നേരം എത്രത്തോളം അയ്യപ്പന്മാരുണ്ടെന്ന് കണക്ക് കൂട്ടിക്കോണം. അത്യാവശ്യം നല്ല തിരക്കാണ്. മണ്ഡലകാലത്തൊക്കെ വരാൻ പറ്റാഞ്ഞവരും മണ്ഡലകാലത്ത് അമിതമായിട്ടുള്ള തിരക്കാണെന്നുള്ള പ്രതീക്ഷയിലുമൊക്കെ വരാതെ ഒക്കെ ഇരുന്നവരെല്ലാം ആണ് കൂടുതലും വന്നേക്കുന്നത്. ഇന്നെന്താ വന്നാലും പമ്പ തൊട്ട് ഇങ്ങോട്ട് വന്നപ്പോഴെല്ലാം അവിടെ ഇവിടെയൊക്കെ മലയാളികൾ കാര്യം പറയുന്നത് കേൾക്കുന്നുണ്ട്. സാധാരണ ഞാൻ വരുമ്പോഴൊന്നും ഒരു മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കേൾക്കാറേ ഇല്ല. ഞാൻ അതുകൊണ്ട് മിക്കവാറും എൻ്റെ വീഡിയോയ്ക്ക് കമ്പനി കിട്ടുന്നതെല്ലാം തമിഴ്നാട്ടുകാർ, ആന്ധ്രാക്കാർ, കർണാടകക്കാർ, അത്യാവശ്യമൊക്കെ തമിഴ് ഒക്കെ പറയാൻ അറിയാം. പക്ഷേ കന്നഡയും തെലുങ്കും ഒന്നും അറിയത്തില്ല. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ആംഗ്യത്തിലൊക്കെ ആയിരിക്കും ഞാൻ ആശയവിനിമയം നടത്തുന്നത്. ഈ കുട്ടികളുടെയൊക്കെ വീഡിയോ ഒന്ന് എടുക്കാനൊക്കെ ഉണ്ട്. നമ്മൾ ഓടി അവർ അടുത്ത് ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ വല്ല പോക്കറ്റടിക്കാരനാണോ എന്നുള്ളൊരു ഓട്ടോമാറ്റിക്കലായിട്ടൊരു ഇതൊക്കെ വരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മൊബൈലൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ എന്ന് പറയും. ചിലരൊക്കെ പെട്ടെന്ന് ചെന്ന് ഞാൻ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പം പെട്ടെന്ന് അവരെന്തുവാ, ഏതാ, എങ്ങനാ, എന്തിനാ എന്നുള്ളൊരു
അത് സ്വാഭാവികമായിട്ട് എനിക്കാണേലും നമുക്കാണെങ്കിലും എല്ലാവർക്കും വരുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നേ, ആ കൂട്ടത്തിൽ ഞാൻ കൂടുതൽ വന്ന ഒരു മലയാളികളാകുമ്പോൾ മലയാളം പറഞ്ഞ ചേട്ടാ എൻ്റെ വീഡിയോയ്ക്കൊരു പോസ് ചെയ്യാനാ കുഞ്ഞിൻ്റെ എന്നൊരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിക്കാനുണ്ട്. മലയാളികളെ ഞാൻ അങ്ങ് അധികം കാണാറേ ഇല്ല. ഇന്ന് പക്ഷേ തിരിയുന്നിടത്തും എല്ലാം മലയാളം സംസാരിച്ച് പോകുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ ഏകദേശമൊക്കെ ഒരു 1/2 കിലോമീറ്ററൂടെ നടന്നാൽ നടപ്പന്തലിൻ്റെ ഭാഗം എത്തും. ഇന്ന് ഡോളിക്കാർക്ക് നട തുറക്കുന്നതിൻ്റെ തലേന്ന് മുതലേ ആൾക്കാരുമുണ്ട്, ഡോളിക്കാർക്ക് ജോലിയുമുണ്ട്. ഡോളിക്കാർ നല്ലപോലെ അവിടെ അധ്വാനിച്ച് തന്നെ പൈസ വാങ്ങുന്നത്. ആ മല ഒറ്റയ്ക്ക് കയറി വരുമ്പോൾ തന്നെ അയ്യപ്പസ്വാമിയെ ആത്മാർത്ഥമായിട്ട് എൻ്റെ അയ്യപ്പ വിളിച്ചാണ് കയറുന്നത്. അന്നേരമാണ് അവർ വയ്യാത്തവരെയും കൊണ്ട് ചുമടെ ചുമ്മി വരുന്നത്. സ്വാമി ശരണമയ്യപ്പ. ഇന്ന് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. സീസണിൽ കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ തൊഴാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം വരാത്തവർ ഇപ്പം വന്നതാണെന്നാണ് തോന്നുന്നത്. ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെ സന്നിധാനം ഏറെക്കുറെ അടുത്തു. ഇറക്കമിറങ്ങിയാൽ സന്നിധാനമായി. ഡോളിക്കാർ ആൾക്കാരെയും കൊണ്ട് വന്ന് അവിടെ നിർത്തി വിശ്രമത്തിലാണ്. നമ്മുടെ ഇവിടുന്ന് തൊട്ട് ക്യൂ ആയി കേട്ടോ. ഇപ്പോൾ സമയം ഒരു 3:30 കഴിഞ്ഞതേ ഉള്ളൂ. കണ്ടോ, ഇവിടുന്ന് തൊട്ടേ ക്യൂ ആയി. എന്നാലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ശരംകുത്തി വരെ ക്യൂ ആകും. പിന്നെ അമിതമായിട്ടുള്ള തിരക്കാണെന്നുണ്ടെങ്കിൽ 4 മണിയാകുമ്പോഴേ നട തുറക്കാനും സാധ്യതയുണ്ട്. അതിനി അങ്ങോട്ട് പോയാലേ അറിയത്തുള്ളൂ നട തുറന്നോ ഇല്ലയോ എന്ന്. നട തുറന്നിട്ടുണ്ടെങ്കിൽ ഈ ക്യൂ ഇവിടെ വരെ വരത്തുള്ളൂ. അതനുസരിച്ച് ആളും കയറി ഇറങ്ങി തൊഴുതിറങ്ങി പൊയ്ക്കൊണ്ടിരിക്കും. എന്നിരുന്നാലും അത്യാവശ്യം നല്ല തിരക്കാണ്. നടപ്പന്തൽ തുടങ്ങുന്ന അവിടെ നിന്നിട്ടുള്ള ഒരു മാളികപ്പുറമാണ് നിൽക്കുന്നത്. നടപ്പന്തലിലെ എല്ലാ ക്യൂവിലും ഫില്ലാളാണ്. സ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ ശബരിമലയിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് ഒരു ബുക്കെടുത്ത് എഴുതിയാൽ തന്നെ പറയാൻ പറ്റത്തില്ല എത്ര പ്രാവശ്യമാണ്. പക്ഷെ കെട്ടുമുറുക്ക് കെട്ടി ഞാൻ വിരളിൽ എണ്ണാവുന്ന പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് പ്രാവശ്യം വന്ന് ഞാൻ എൻ്റെ അയ്യപ്പസ്വാമിയെ കൺകുളിരെ കണ്ടിട്ടുണ്ട്. സ്വാമിയേ ശരണമയ്യപ്പ. ഇതൊക്കെ അധികം ആളില്ലാത്തത് തൊഴുത് ഇറങ്ങി ആൾക്കാർ വരുന്നതേ ഉള്ളൂ. നട തുറന്നിട്ടുണ്ട്. 4 മണിക്ക് നട തുറന്നു എന്നാണ് തോന്നുന്നത്. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് സ്വാമിമാരെ കയറ്റി വിടുന്നുണ്ട്. തൊഴുത ആൾക്കാരൊന്നും ഇറങ്ങി റൗണ്ട് ചെയ്ത് താഴെ വരാനുള്ള സമയം ആയിട്ടില്ല. അതുകൊണ്ടാണ് ആ പരിസരത്തൊന്നും അധികം അയ്യപ്പന്മാരെ കാണാത്തത്. വേണ്ടേ, സമയം ഇപ്പോൾ ഏതാണ്ട് 4-4:30 ആയതേ ഉള്ളൂ. 4-4:30 അല്ല, 4:30 കഴിഞ്ഞതേ ഉള്ളൂ. നേരെ 4 മണിക്ക് നട തുറന്നെന്ന് തോന്നുന്നു. സന്നിധാനത്തെ കാഴ്ചകൾ നല്ല തിരക്കാണ്. നെയ്ത്തോണിയിലൊക്കെ നെയ്യൊഴിക്കാനൊക്കെ സ്വാമിമാരെല്ലാം പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുമല്ല, പല സ്വാമിമാർക്കും ഇവിടെ വന്ന് നെയ്യ് പൊട്ടിച്ച്
ഒഴിക്കാൻ നെയ്ത്തോണി ഉണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പലരും മാളികപ്പുറത്തേക്ക് പോകുന്ന ആ സൈഡിൽ ഇതേപോലെ തന്നെ എണ്ണത്തോണി ഉണ്ട്, അവിടെ ഒഴിച്ചിട്ടങ്ങ് പോവും. അവിടെ ഒഴിക്കുന്നത് ഇവിടെ ഒഴിക്കുന്നത് എല്ലാം ഒരുപോലെ ഉള്ളൂ. ഞാൻ പിന്നെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ശബരിമല കാഴ്ചകൾ.